ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ, ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവർക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസിൽ നേരിട്ടെത്തി ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത്. രണ്ടാം ഊഴത്തിൽ ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന നാലാമത്തെ ലോക നേതാവായിരുന്നു മോദി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ഇന്ത്യൻ ചരക്കുകൾക്ക് നികുതി ചുമത്തിയ നടപടിയെ ന്യായീകരിക്കുകയായിരുന്നു അന്ന് ട്രംപ് ചെയ്തത്. മോദിയെ തൊട്ടടുത്തിരുത്തിയായിരുന്നു ഇതെന്ന് ഓർക്കണം. കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യമുയർത്തിയ ഇന്ത്യൻ മാധ്യമപ്രവർത്തകനെ മോദിയുടെ കൺമുന്നിൽ അപമാനിക്കുകയും ചെയ്തു US പ്രസിഡന്റ്. അങ്ങനെയിരിക്കെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ട്രംപിന്റെ കള്ളം ലൈവായി പിടികൂടി പൊളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. മോദിക്ക് പിന്നാലെ വാഷിംഗ്ടണിലെത്തിയ നേതാവാണ് മാക്രോൺ. വൈറ്റ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് US ഫ്രഞ്ച് പ്രസിഡന്റുമാർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. കൂടിക്കാഴ്ചയിലെ സുപ്രധാന തീരുമാനങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളിലെ നിലപാടും പറയുന്നതിനിടെയാണ് യുക്രൈൻ യുദ്ധത്തിലേക്കും ട്രംപ് കടന്നത്. യുദ്ധം അവസാനിപ്പിച്ച് യുക്രൈനെ രക്ഷിക്കണമെങ്കിൽ $500 ബില്യൺ തിരിച്ചടയ്ക്കണമെന്നും രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളുടെ അവകാശം പതിച്ചു നൽകണമെന്നും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അമേരിക്ക. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയായിരുന്നു ട്രംപ്. യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന് നൽകുന്നത് കടമാണെന്നും സാമ്പത്തിക സഹായമല്ലെന്നും പറഞ്ഞ് പ്രതിരോധിക്കാൻ നോക്കിയതായിരുന്നു അദ്ദേഹം. എന്നാൽ മാക്രോൺ ട്രംപിന്റെ കൈ പിടിച്ച് സംസാരത്തിൽ ഇടപെട്ടു. ആ പറഞ്ഞത് സത്യമല്ലെന്ന് വ്യക്തമാക്കി. മൊത്തമായി സമാഹരിച്ച 60% തുകയും ഇതിനകം യുക്രൈന് കൈമാറിയിട്ടുണ്ടെന്നും അതെല്ലാം ധനസഹായമായി നൽകിയതാണെന്നും മാക്രോൺ വിശദീകരിച്ചു. ഒന്നും വായ്പയായി നൽകിയതല്ലെന്നും വ്യക്തമാക്കി. 230 ബില്യണോളം വരുന്ന റഷ്യൻ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ കാര്യവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാക്രോൺ. മാധ്യമങ്ങൾക്ക് മുൻപിൽ ലൈവായി കള്ളം പൊളിഞ്ഞ ചമ്മൽ ട്രംപിന്റെ മുഖത്തുണ്ടായിരുന്നു. അതിലെനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് നീരസം അടക്കുകയാണ് അദ്ദേഹം ചെയ്തത്. യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം നൽകിയ പണം തിരിച്ചു ലഭിക്കുമെന്ന് ആവർത്തിച്ച് കൂടുതൽ ന്യായീകരിക്കാനും നോക്കി ട്രംപ്. യുക്രൈൻ യുദ്ധത്തിൽ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മൂർച്ഛിക്കുന്നതിന്റെ ലക്ഷണം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ കണ്ടത്. യുക്രൈനിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന നിലപാടാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. യുക്രൈൻ പ്രതിനിധികളെ ക്ഷണിക്കാതെ റഷ്യൻ വൃത്തങ്ങളെ മാത്രം വെച്ച് സമാധാന ചർച്ച നടത്തിയതും ട്രംപിന്റെ നിർദ്ദേശത്തിലായിരുന്നു. എന്നാൽ യുക്രൈന്റെ പരമാധികാരത്തിന്റെ ചെലവിൽ ഒരു സമാധാന കരാറും അംഗീകരിക്കില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമാധാനം യുക്രൈനെ സമ്പൂർണ്ണമായി കീഴടങ്ങലാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഉറപ്പോ കരാറോ ഒന്നുമില്ലാതെയുള്ള വെടിനിർത്തൽ അംഗീകരിക്കാനാവില്ലെന്നും ഇമാനുവൽ മാക്രോൺ ട്രംപിനെ സാക്ഷി നിർത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധത്തിൽ നിന്ന് രക്ഷിച്ച് യുക്രൈനെ പുനർനിർമ്മിക്കാൻ സഹായിക്കണമെങ്കിൽ കടുത്ത നിബന്ധനകളായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നത്. യുക്രൈന്റെ പ്രകൃതി സമ്പത്തിൽ തങ്ങൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണം നൽകണമെന്നായിരുന്നു പ്രധാന ആവശ്യം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും സമവായത്തിലെത്തിയ കരാറിൽ അമേരിക്ക കുറച്ചുകൂടി അയഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 7-നാണ് പ്രിവിലേജ്ഡ് ആൻഡ് കോൺഫിഡൻഷ്യൽ എന്ന് രേഖപ്പെടുത്തിയ രഹസ്യരേഖ അമേരിക്ക യുക്രൈൻ ഭരണകൂടത്തിന് കൈമാറുന്നത്. കരാർ പ്രകാരം US-ഉം യുക്രൈനും ചേർന്ന് സംയുക്ത നിക്ഷേപ ഫണ്ട് രൂപീകരിച്ചായിരിക്കും രാജ്യത്തിന്റെ പുനർനിർമ്മാണം നടത്തുക. ഇതിനു പകരമായി യുക്രൈന്റെ ധാതു, എണ്ണ, വാതക വിഭവങ്ങൾ, തുറമുഖങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ വലിയൊരു പങ്കും അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും. ഇവയുടെ ഖനനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 50%വും US-നാകും. ഭാവിയിൽ ഈ പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു കക്ഷികൾക്ക് നൽകുന്ന ലൈസൻസിന്റെയും കരാറിന്റെയും 50%വും US-ന് തന്നെ ലഭിക്കും. പകരമായി യാതൊരുവിധ സുരക്ഷാ ഉറപ്പുകളും നൽകാതെയായിരുന്നു യുക്രൈനുമേൽ അമേരിക്ക ആ കരാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്.